ഹലോ നമസ്കാരം. കാതോർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരു മത്സരാർത്ഥി ക്വിറ്റ് ചെയ്തു എന്ന നിലയിലുള്ള അഭ്യൂഹങ്ങൾ ചൊവ്വാഴ്ച മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നെവിനാണ് ക്വിറ്റ് ചെയ്തതെന്നും അതല്ല അനുമോളാണ് ക്വിറ്റ് ചെയ്തതെന്നും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ജിസേൽ, അനുമോൾ, നെവിൻ എന്നിവർ തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്നാണ് ഇവരിൽ ഒരാൾ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ ആണ് വൈറലാകുന്നത്. നെവിൻ ഷോ ക്വിറ്റ് ചെയ്യുന്നു എന്ന സൂചന നൽകുന്ന പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. താൻ ഷോ ക്വിറ്റ് ചെയ്യുകയാണെന്ന് ബിഗ് ബോസിനോട് നെവിൻ പറഞ്ഞിരുന്നു. തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ പ്രധാന വാതിൽ വഴി പുറത്തേക്കിറങ്ങാൻ ബിഗ് ബോസ് നിർദ്ദേശം നൽകിയിരുന്നു. തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് പറഞ്ഞ് നെവിൻ ബിഗ് ബോസ് വീട് വിട്ടിറങ്ങി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയ ഫാൻ ബേസും ഒന്നുമില്ലാതെ ഹൗസിനകത്ത് എത്തിയ മത്സരാർത്ഥിയാണ് നെവിൻ. എന്നാൽ തമാശകളും മറ്റുമായി വളരെ പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി നേടാൻ നെവിന് സാധിച്ചിരുന്നു. 4ാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് കടക്കുമ്പോൾ ഹൗസിലെ എന്റർടൈനർ എന്ന ടാഗ് സ്വന്തമാക്കിയ ആളാണ് നെവിൻ. മാത്രമല്ല ടാസ്കുകളിൽ നെവിൻ മികവ് കാണിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ നെവിൻ ഷോ ക്വിറ്റ് ചെയ്തു എന്ന വാർത്ത ബിഗ് ബോസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയാണ്. അതേസമയം നെവിൻ തമാശയായി എടുക്കുന്നു എന്ന അഭിപ്രായമാണ് ഹൗസിനകത്ത് പല മത്സരാർത്ഥികൾക്കും ഉള്ളത്. സ്വേച്ഛാധിപതി ടാസ്ക് ആണ് ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്നത്. ജിസേൽ സ്വേച്ഛാധിയായതിന് പിന്നാലെ അനുമോളും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമായിരുന്നു. പാചകം ചെയ്യാൻ നെവിൻ തെരഞ്ഞെടുത്തത് റെനയെയാണ്. എന്നാൽ റെന പാചകം ചെയ്യുന്നതിനോട് താല്പര്യമില്ലെന്ന് അനുമോൾ പറഞ്ഞതോടെ വഴക്കായി. ജിസേലും നെവിനും റെനയുമെല്ലാം ഗ്രൂപ്പിസം കളിക്കുകയാണ് എന്ന അഭിപ്രായം അനുമോൾക്കുണ്ട്. ഇതിനിടയിൽ പണിപ്പുരയിൽ നിന്ന് എടുത്ത ഭക്ഷ്യവസ്തുക്കളിൽ പലതും എല്ലാവരുമായി പങ്കിടാൻ താല്പര്യമില്ല എന്ന നിലയിൽ നെവിൻ പറയുന്നുമുണ്ടായിരുന്നു. സ്വേച്ഛാധിപതിയായതുകൊണ്ട് നെവിന്റെ വാക്കുകൾ മറ്റു മത്സരാർത്ഥികൾക്ക് എതിർക്കാനാവില്ല.